ലൈംഗികാതിക്രമ കേസിൽ പ്രമുഖ സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുക. പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ വിവരം പോലീസ് കോടതിയെ അറിയിക്കും. കോടതി തീരുമാനം അറിഞ്ഞതിന് ശേഷം ചോദ്യം ചെയ്താൽ മതി എന്ന നിലപാടിലാണ് പോലീസ്. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, കുഞ്ഞുമുഹമ്മദിനെതിരായിട്ട് തന്നെയായിരിക്കുമല്ലോ ഈ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ പോലീസ് PT കുഞ്ഞുമുഹമ്മദിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുന്നുണ്ട്. ഇന്ന് നിർണായകമാണ് PT കുഞ്ഞുമുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം. ജാമ്യാപേക്ഷ അംഗീകരിച്ച് ജാമ്യം കിട്ടുകയാണെങ്കിൽ പിന്നീട് PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് എടുക്കാനാണോ തീരുമാനം? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഇന്നെന്തായാലും കോടതി ഈ കേസ് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുൻപോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ പറയുന്ന ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നുള്ളതാണ് പോലീസ് സ്വീകരിക്കുന്ന നടപടി. പ്രോസിക്യൂഷൻ എന്തായാലും ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം കോടതിയെ ഇന്ന് ശക്തമായി തന്നെ അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കോടതിയിൽ നിന്നുള്ള തീരുമാനം വന്ന ശേഷം മാത്രമേ കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ അന്വേഷണ സംഘം ഉൾപ്പെടെ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇതിനകത്ത് കേസിൻ്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള പരമാവധി തെളിവുകൾ ഈ ഘട്ടങ്ങളിലെല്ലാം ശേഖരിക്കുക, അതിനുശേഷം കോടതി തീരുമാനത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്, പോലീസിന് മുന്നിലുള്ളത്. ഇന്നെന്തായാലും 11 മണിയോടുകൂടി തന്നെ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 11 മണിക്ക് കോടതി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായി പരിഗണിക്കുന്ന കേസുകളിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയും ഉണ്ടാവും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഡോക്ടർ അരുൺ.